ദക്ഷിണ കൊറിയയിലെ കാർ നിർമ്മാണശാലയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 10 പേരാണ് മരണപ്പെട്ടുപോയത്. 59 പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരവുമാണ്. ദക്ഷിണ കൊറിയയിലെ മധ്യനഗരമായ ഡെജിയോണിൽ പ്രവർത്തിക്കുന്ന കാർ സ്പെയർ പാർട്സ് നിർമ്മാണശാലയിലാണ് ശനിയാഴ്ച ഈ വൻ തീപിടുത്തമുണ്ടായത്. ഈ ദാരുണമായ അപകടത്തിൽ ഇതുവരെ 10 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായാണ് ഔദ്യോഗികമായ റിപ്പോർട്ടുകളും. പരിക്കേറ്റ 59 പേരിൽ 25 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയുമാണ്. അതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് അധികൃതർ ആശങ്കപ്പെടുന്നത്. ദക്ഷിണ കൊറിയൻ വാർത്താ ഏജൻസിയായ യോൻഹാപ്പ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അപകടം നടക്കുന്ന സമയത്ത് ഏകദേശം 170ഓളം തൊഴിലാളികൾ ഫാക്ടറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഭൂരിഭാഗം ആളുകളെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുവാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഊർജിതമായ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല. സംഭവത്തിൽ സർക്കാർ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.